ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി കഴിഞ്ഞ തന്ത്രിയുടെ വീട്ടിലെ പരിശോധന, അതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കങ്ങളുമായി SIT തുടരുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ പരിശോധന നടക്കുന്നു. ചെങ്ങന്നൂരിലെ വീട്ടിലാണ് SIT സംഘം എത്തിയിരിക്കുന്നത്. ശരത് SS ചേരുന്നു തന്ത്രിയുടെ വീട്ടു പരിസരത്തു നിന്നും. ശരത്ത്, ഏത് നിമിഷവും തന്ത്രിയുടെ വീട്ടിലെത്തി പരിശോധന SIT നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ എന്താണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്? റോഷ്നി, അല്പസമയം മുമ്പാണ് ഏകദേശം 2:50 കൂടിയാണ് SIT സംഘം ഈ തന്ത്രിയുടെ ചെങ്ങന്നൂരുള്ള മുണ്ടൻകാവിലുള്ള വീട്ടിലേക്ക് എത്തിയത്. നിലവിൽ ഇപ്പോൾ SIT സംഘം ഈ വീടിനകത്തു കയറി പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. 5 ഉദ്യോഗസ്ഥരാണ്, DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിലുള്ളത്. പ്രധാനമായും ഇതിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. കാരണം ഈ കേസിൽ തന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് SIT പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത്. അപ്പോഴും ഇതിന് ആസ്പദമായ തെളിവുകൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിൽ പരിശോധന ഉണ്ടാകുമെന്ന് രാവിലെ മുതൽ തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ഉച്ചയ്ക്ക് വലിയൊരു പോലീസ് സന്നാഹത്തോടു കൂടി തന്നെയാണ് SIT സംഘം ഈ വീട്ടിലേക്ക് എത്തിയത്. കാരണം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രാദേശികമായ പോലീസിന്റെ കൂടി സഹായം തേടി, സമീപത്തെ മറ്റു സ്റ്റേഷനുകളിലൊക്കെ തന്നെ പോലീസിന്റെ കൂടി സഹായം തേടിയിട്ടാണ് ഉദ്യോഗസ്ഥർ ഈ പരിശോധനയ്ക്കായി ഈ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. സ്വർണ്ണക്കേസിൽ 11ാമത്തെ അറസ്റ്റാണ് തന്ത്രിയുടേത്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡിനെയും കൂട്ടുപിടിച്ച് നടത്തിയ തട്ടിപ്പിൽ രാജീവർക്കും അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് SITയുടെ വാദം. കീഴ്ശാന്തിയുടെ സഹായിയായി സന്നിധാനത്ത് പോറ്റി പിന്നീട് സ്പോൺസർ എന്ന നിലയിൽ വരുന്നു, സ്വാധീനം ഉറപ്പിക്കുന്നു. അങ്ങനെ ഈ പോറ്റിയെ സഹായിച്ചതിൽ പ്രധാന ആൾ തന്ത്രിയാണ് എന്ന് SIT സംശയിക്കുന്നുമുണ്ട്. ആ സാഹചര്യത്തിൽ അതിനാസ്പദമായ തെളിവുകൾ കണ്ടെത്തുക, അത് കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. പ്രധാനമായും ബാങ്ക് അക്കൗണ്ടുകൾ വിവരങ്ങളടക്കം അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ എന്തായാലും തന്ത്രിയുടെ ഈ ചെങ്ങന്നൂരുള്ള മുണ്ടൻകാവിലെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. തന്ത്രിയുടെ ബന്ധുക്കളാണ് പ്രധാനമായും ഈ വീട്ടിൽ നിലവിൽ താമസമായിട്ടുള്ളത്. തന്ത്രിയുടെ ഭാര്യ, മരുമകൾ, മുത്തശ്ശി അടക്കമുള്ള ബന്ധുക്കൾ ഈ വീട്ടിലുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ അവർ ഈ വീട്ടിലുണ്ടായിരുന്നു. നമ്മൾ ഉൾപ്പെടെ അവരോട് പ്രതികരണം തേടിയിരുന്നു. പക്ഷേ തന്ത്രി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന പ്രതികരണം അനൌദ്യോഗികമായി മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അക്കാര്യത്തിലൊക്കെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കും. ഈ വീട്ടിലുള്ള ബന്ധുക്കളിൽ നിന്നുകൂടി പക്ഷേ വിവരങ്ങൾ തേടാനുള്ള സാധ്യതയുണ്ട്. അതിനു പുറമെ ഇതിൽ ഈ വീട്ടിലുള്ള വാജ്യവാഹനം അടക്കമുള്ള വസ്തുക്കളും, അതായത് ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അത് തന്റെ കൈവശമുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ തന്ത്രി പറഞ്ഞതാണ്. അത്തരം വസ്തുക്കൾ കൂടി ഈ വീട്ടിലുണ്ട്. അതും ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം രാവിലെയും ഈ ബന്ധുക്കൾ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. ഇതിനു പുറമെ ഇത്തരം കാര്യങ്ങൾ തെളിയിക്കണം, തന്ത്രിയും പോറ്റിയുമായുള്ള ബന്ധങ്ങൾ തെളിയിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. അതിനു പുറമെ ഈ ശബരിമലയിലെ ഇത്തരം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായ തന്ത്രിയുടെ ഇടപെടൽ എന്തൊക്കെയാണ്, തന്ത്രിയുടെ സ്വാധീനം, തന്ത്രി ഈ ഗൂഢാലോചന എത്രത്തോളം പങ്കാളിയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുണ്ടായ ബന്ധം എത്ര വർഷമായി, അതിനെ ഉറപ്പിക്കത്തക്ക കൂടുതൽ തെളിവുകൾ, ഇതൊക്കെ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ SIT സംഘം ഈ ചെങ്ങന്നൂരുള്ള വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. 5 ഉദ്യോഗസ്ഥരാണ്, അതായത് ഒരു വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ DYSP ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘമാണ് നിലവിൽ ഇപ്പോൾ ഈ വീട്ടിൽ പരിശോധന നടത്തുന്നത്. നിലവിൽ എന്തായാലും പരിശോധന തുടരുകയാണ്. 2:50 കൂടിയാണ് അന്വേഷണ സംഘം ഈ വീട്ടിലേക്ക് എത്തിയത്. നിലവിൽ ഇപ്പോൾ മിനിറ്റുകൾ പിന്നിട്ടേ ഉള്ളൂ. അപ്പോഴും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. വീട്ടിന് അകത്തേക്ക് SIT സംഘം കയറിയതിന് പിന്നാലെ പുറത്ത് പോലീസ് കാവലുറപ്പിക്കുകയും ഒപ്പം ഈ വാതിലും ഗേറ്റും ഉൾപ്പെടെ അടച്ച് വീടിനകത്ത് കയറിയുള്ള പരിശോധനയാണ് ഇപ്പോൾ SIT സംഘം നേതൃത്വം നൽകുന്നത്. പ്രധാനമായും ഈ ബാങ്ക് വിവരങ്ങൾക്ക് പുറമെ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് സാധൂകരിക്കത്തക്ക അല്ലെങ്കിൽ ഇത്തരം അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള നേരത്തെ തന്നെ SIT സംഘം വ്യക്തമാക്കിയതാണ്. അത്തരത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടന്നിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമോ എന്നൊക്കെ തന്നെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ വീടിനകത്ത് തുടരുകയും ചെയ്തത്. വീടിനുള്ള തന്ത്രിയുടെ ബന്ധു മറ്റോ ആരോ ആണെന്ന് തോന്നുന്നു. അല്പ സമയത്തിന് മുമ്പ് വീടിന് പുറത്തേക്ക് അദ്ദേഹം ഇറങ്ങി വീണ്ടും അകത്തേക്ക് കയറി വീടിന്റെ വാതിൽ വീണ്ടും അടച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും പരിശോധന തുടരുകയാണ്. ഏകദേശം 2:50 വന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴും പരിശോധന തുടരുന്നു. ഒപ്പം കൂടുതൽ ആളുകൾ, ഒരുപക്ഷെ ബന്ധുക്കൾ, അതായത് തന്ത്രിയുടെ ഭാര്യയും ഒപ്പം മരുമകളും മുത്തശ്ശിയും മാത്രമാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത്. അവരിൽ നിന്നൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടും. തന്ത്രി നൽകിയ മൊഴി പ്രകാരമുള്ള കാര്യങ്ങൾക്ക് പുറമെ ഇവർക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അത്തരം കാര്യങ്ങൾ കൂടി ശേഖരിക്കുക എന്നത് അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യമാണ്. അതിനു പുറമെ ഇത്തരം തെളിവുകൾ കൂടി വീട്ടിനകത്ത് നിന്ന് എന്തൊക്കെ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുമോ അതൊക്കെ തന്നെ പ്രധാനമായും കണ്ടെത്തുക എന്ന് തന്നെയാണ് അന്വേഷണത്തിന്റെ ലക്ഷ്യം. ഈ പറയുന്നത് പോലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നേരത്തെ തന്നെ പരിശോധിച്ചിരുന്നു. ഇതിന് പുറമെ മറ്റേതെങ്കിലും അക്കൗണ്ടുകൾ തന്ത്രിയുടേതോ ബന്ധുക്കളുടേതോ പേരിലുണ്ടോ, അതിൽ വന്ന ഇടപാടുകളും മറ്റുമൊക്കെ തന്നെ
പരിശോധിക്കേണ്ടതുണ്ട്. അതിനു പുറമെ ഈ വീട്ടിൽ മറ്റെന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. അത്തരം രേഖകൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിശോധനയ്ക്കാണ് പ്രധാനമായും സാധ്യതയുള്ളത്. ബന്ധുക്കളിൽ നിന്നുകൂടി ഈ രേഖകൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരുപക്ഷെ വിവരങ്ങൾ തേടും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ ഈ തെളിവെടുപ്പ് ഇത്തരം പരിശോധന നടപടികൾ പുരോഗമിക്കുന്നത് എന്ന് വേണം എന്തായാലും പറയാൻ. നിലവിൽ എന്തായാലും പരിശോധന തുടരുകയാണ്. പോലീസ് ഉൾപ്പെടെയുള്ള വലിയ സന്നാഹം ഈ വീടിന് പുറത്ത് കാണാൻ സാധിക്കും. ഓക്കെ, ചെങ്ങന്നൂരിലെ തന്ത്രിയുടെ വീട്ടിൽ SIT സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെളിവെടുപ്പ് കൂടി നടക്കുകയാണ്. ഇതിൽ കൃത്യമായ കണ്ടെത്തലുകളിലേക്ക് SITക്ക് എത്തേണ്ടതുണ്ട്. ഹരിമോഹൻ കൂടി ചേരുന്നു. ഹരി, തന്ത്രിക്ക് കുരുക്കുമുറുകുന്ന സാഹചര്യമാണ്. ദ്വാരപാലക പാളിക്കേസിലും പ്രതി ചേർക്കുമെന്ന് അറിയാൻ കഴിയുന്നു. ചൊവ്വാഴ്ച കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ടും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലേക്ക് SITക്ക് എത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ന് ആ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ കൂടി വളരെ നിർണായകമായിരിക്കും. മറ്റെന്തൊക്കെ കാര്യങ്ങളിലേക്ക് SITക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ ഈ രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട് കടക്കേണ്ടി വരും? റോഷ്നി, ഇപ്പോൾ നിലവിൽ ആദ്യത്തെ കേസിൽ ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിൽ ഇപ്പോൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ കേസ്, അതായത് കട്ടിളപ്പാളികളിലെ സ്വർണം കവർന്ന കേസ്, അതിൽ മാത്രമാണ് അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത് SITക്ക് ഇതിനോടകം തന്നെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് ബോധപൂർവം ഉള്ള ഒരു മൗനം. ആ മൗനം എന്ന് പറയുന്നത് കുറ്റകരമാണ്. അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ആ മൗനം പുലർത്തിയത് എന്നുള്ളതാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ പാളികൾ കൊണ്ടുപോകുന്നത് എല്ലാ തരത്തിലുള്ള ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട്, ദേവസ്വം മാനുവലും ലംഘിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തലിൽ ബോധ്യപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു കുറ്റകരമായ മൗനം പാലിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായകരമായി അല്ലെങ്കിൽ ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള നീക്കമായിരുന്നു തന്ത്രി നടത്തിയത് എന്നുള്ളതാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അതിൽ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. പക്ഷേ ആദ്യത്തെ കേസ്, അതായത് ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിൽ പാളികൾ, ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി ഔദ്യോഗികമായി നൽകിയിട്ടുണ്ട്. അതായത് അനുമതി എന്ന് പറയുന്നത് അനുജ്ഞ, ദേവന്റെ അനുജ്ഞ വാങ്ങി അത് ഔദ്യോഗികമായി തന്നെ തന്ത്രി നൽകിയിട്ടുണ്ട് എന്നാണ് SITയുടെ കണ്ടെത്തലുള്ളത്. അതായത് ദ്വാരപാലകരിലും തെക്കും വടക്കും മൂലകൾ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുതകടുകളിലും പൂശിയിട്ടുള്ള സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ പുതുതായി സ്വർണം പൂശി വൃത്തിയാക്കി വെക്കുവാൻ അനുവദിക്കാവുന്നതാണ് എന്നുള്ള തന്ത്രിയുടെ അനുമതി, അത് ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അനുമതി തന്ത്രിയുടെ അടുത്ത് നിന്ന് ലഭിച്ചതിനെ തുടർന്ന് മാത്രമാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് ഒരു തീരുമാനം, പാളികൾ കൊടുത്തുവിടാനുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞത്. സാങ്കേതികമായി പോലും തന്ത്രിയുടെ അനുമതി അതിന് ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ദ്വാരപാലക പാളികളിലെ സ്വർണ്ണ കവർച്ചയ്ക്കുള്ള വഴിയൊരുങ്ങുന്നത് എന്നുള്ളതാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ചൊവ്വാഴ്ചയാണ് കോടതിയിൽ, കൊല്ലം വിജിലൻസ് കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ടിൽ ദ്വാരപാലക പാളികളിലെ കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തണം, തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുള്ള ആവശ്യം കൂടി ഉണ്ടാകും. അത് കോടതി അനുവദിച്ചാൽ ജയിലിൽ എത്തിക്കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്താനാണ് SIT ഒരുങ്ങുന്നത്. അങ്ങനെ രണ്ട് കേസുകൾ തന്ത്രിയുടെ പേരിൽ ചേർക്കപ്പെടും. മറ്റൊന്ന് റോഷ്നി ചോദിച്ചത്, ഇനി ഏതൊക്കെ തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോവുക എന്നുള്ളത് SITയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഘട്ടം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. തന്ത്രിയിൽ നിന്ന് കൂടുതലായി എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ളതാണ് SIT പരിശോധിക്കുന്നത്. അതായത് തന്ത്രിയുടെ പങ്കാളിത്തം, തന്ത്രിയുടെ ഇതിനകത്തെ പങ്ക്, അതിനപ്പുറത്തേക്ക് തന്ത്രിക്ക് മറ്റാരുടെയെങ്കിലും പേര് പറയാൻ കഴിയുമോ എന്നുള്ളത് കൂടിയാണ് പരിശോധിക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ പല ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള പങ്കാളിത്തം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ളത് വെച്ച് ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കും ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്കും ഒക്കെ തന്നെ പോയി. ദേവസ്വം ബോർഡ് ഭരണസമിതിയെ പെട്ട പത്മകുമാറിനെയും ശങ്കരദാസിനെയും വിജയകുമാറിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് കൂടുതൽ ആളുകളിലേക്ക്, അതായത് കടകംപള്ളി സുരേന്ദ്രൻ, PS പ്രശാന്ത് അടക്കമുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏറ്റവും ഒടുവിൽ തന്ത്രി കണ്ഠരര് രാജീവരിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. കണ്ഠരര് രാജീവർക്കെതിരെ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എല്ലാം തന്നെ ഒന്നടങ്കം മൊഴി നൽകിയിട്ടുമുണ്ട്. അങ്ങനെ കൃത്യമായ പങ്ക് തന്ത്രിക്കുണ്ട് എന്ന് തന്നെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത്. പക്ഷേ തന്ത്രിക്ക് കൂടുതൽ ആരെയെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ബാഹ്യ ഇടപെടലോ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് തന്നെയുള്ള ഇടപെടലുകളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്ത്രിക്ക് പറയാൻ കഴിയുമോ എന്നുള്ളത് കൂടി SIT പരിശോധിക്കുന്നുണ്ട്. ഇതിനോടൊപ്പമാണ് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കൂടി SIT പരിശോധിക്കുന്നത്. ആ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചുമത്തിയിട്ടുള്ള പല വകുപ്പുകളും നിലനിൽക്കില്ല. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അതുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അതിൽ കൂടുതൽ പരിശോധന, കൂടുതൽ അന്വേഷണം നടത്താൻ വേണ്ടി SIT തീരുമാനിച്ചിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമല്ല, മറ്റേതെങ്കിലും നിലയിൽ സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടായിട്ടുണ്ടോ, അത് ചിലപ്പോൾ ഒരുപക്ഷെ ഭൂമിയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ ഉരുപ്പടികളോ ഒക്കെ തന്നെ ആവാം, ഒരുപക്ഷെ സ്വർണം തന്നെ ആവാം. അങ്ങനെ പല സാധ്യതകൾ SITക്ക് മുമ്പിലുണ്ട്. അത്തരത്തിലുള്ള വിശദമായ അന്വേഷണം തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് SIT ഉദ്ദേശിക്കുന്നത്. അതിനിപ്പോൾ അടുത്ത നടപടി എന്നോണം തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ്. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാൻ വേണ്ടിയാണ് ഇരുന്നതെങ്കിൽ പോലും തന്ത്രിയുടെ ശാരീരിക
നില അത്ര സുഖകരമല്ലാത്തതിനാൽ ആ കസ്റ്റഡി അപേക്ഷ ഒരുപക്ഷെ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാൻ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി അങ്ങോട്ടേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തന്ത്രിയെ കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പത്മകുമാറിനെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് SIT കടന്നുപോകുന്നത്. കാരണം ഈ 3 പേർക്കും തന്ത്രിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമലയിൽ വെച്ച് തന്നെ തന്ത്രിയും ഗോവർദ്ധനും തമ്മിൽ പലവട്ടം കണ്ടിട്ടുണ്ട്. അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനില നിന്ന് അല്ലെങ്കിൽ ഈ ഗോവർദ്ധനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലൊക്കെ വലിയൊരു പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഗോവർദ്ധന്റെ മൊഴി എന്ന് പറയുന്നത് വളരെ കൗതുകരമാണ്. ആദ്യമായി ശബരിമലയിൽ എത്തിയ ഒരു സ്പോൺസറായ ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അവിടെ കൂടിക്കാഴ്ച നടത്തുന്നത് തന്ത്രിയുടെ മുറിയുടെ തൊട്ടുപുറത്ത് വെച്ചാണ്. അതായത് തന്ത്രിയുടെ മുറിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങി വരികയാണ്. അങ്ങനെയാണ് ഈ തന്ത്രിയെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. താനുമായി എത്രത്തോളം ആത്മബന്ധമുള്ള ആളാണ്, അങ്ങനെ താൻ ഇവിടെ ഇത്തരത്തിൽ അധികാരം സ്ഥാപിക്കുന്നതിലും ഒപ്പം തന്നെ സ്പോൺസർഷിപ്പ് താൻ നടത്തുന്നതിലും പുറത്തുനിന്ന് പണം ലഭിക്കുന്നതിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സഹായം തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഗോവർദ്ധനോട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയാണ്. ഗോവർദ്ധന്റെ തന്നെ മൊഴിയായി SIT ഇത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഗോവർദ്ധൻ തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു സാക്ഷി കൂടിയായി മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഗോവർദ്ധൻ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി മാറുന്നു. ഗോവർദ്ധനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത്. പലതരത്തിലുള്ള വിവരങ്ങൾ പലപ്പോഴായി പല മൊഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ തന്ത്രി കൂടി അറസ്റ്റിലായ സ്ഥിതിക്ക് ഒരുപക്ഷെ പോറ്റി കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞേക്കാം, വെളിപ്പെടുത്തിയേക്കാം എന്ന് തന്നെയാണ് SIT കരുതുന്നത്. അതുകൂടാതെയാണ് പത്മകുമാറിനെ സംബന്ധിച്ച് പത്മകുമാറിന് തുടക്കം മുതൽക്ക് തന്നെ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആരാണ് ശബരിമലയിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം പരിശോധിക്കണം. ആദ്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആ കാര്യം പറഞ്ഞു. SIT ചോദ്യം ചെയ്യുന്ന സമയത്ത് ആരാണ് ശബരിമലയിലേക്ക് പോറ്റിയെ കൊണ്ടുവന്നത് എന്നതിന്റെ പേരടക്കം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് പിന്നീട് തന്ത്രി കണ്ഠരര് രാജീവരിലേക്ക് എത്തിയത്. പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം SITയുടെ മുമ്പിലുള്ളത് തന്ത്രി കണ്ഠരര് രാജീവരാണ്. ആ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത് പത്മകുമാറിൽ കൂടിയാണ്. പത്മകുമാറിന് ഇനി പറയാനുള്ളത് എന്താണ് എന്നുള്ളത് കൂടിയാണ് SITക്ക് നോക്കേണ്ടതുള്ളത്. കാരണം പല ഘട്ടങ്ങളിലായി ദൈവതുല്യർ ആരാണ് എന്നതൊക്കെ അടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്ന സ്ഥിതിക്ക് തന്ത്രി അറസ്റ്റിലായിരിക്കുന്നു. അങ്ങനെ തന്ത്രിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും ഇടപാടുകൾ നടന്നതായി പത്മകുമാറിന് പങ്കുവയ്ക്കാനുണ്ടോ എന്നുള്ളത് കൂടി SIT പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ 4 പേരെയും ഒരുമിച്ചിരുത്തിയും വെവ്വേറെയും ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കൂടി SIT കടക്കുകയാണ്. അതിനുശേഷം കൂടുതൽ പുറത്ത് ആരെങ്കിലും ഉണ്ടോ, ഈ തന്ത്രിയിലെല്ലാം അവസാനിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിൽ പോലും തന്ത്രിയിൽ അവസാനിക്കുന്നതായി ഒരു സൂചനയും നിലവിൽ SIT നൽകുന്നില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. റോഷ്നി. ഓക്കെ, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ വീട്ടിൽ പരിശോധന നടക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിലെ 13ാമത്തെ പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലാണ് SIT സംഘം ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. അദ്ദേഹം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലാണ്. ആ വിശദാംശങ്ങൾ